പൂക്കളായി നിൽക്കുന്ന ഹെൽത്തിയായ ഓൺ റൂട്ടഡ് റോസ് പ്ലാന്റുകൾ കണ്ടാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എല്ലാവർക്കും ഒരിക്കൽ കൂടി ലീഫ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ഒരു പ്ലാന്റ്സ് ആണ് റോസ് പ്ലാന്റുകൾ. എല്ലാവർക്കും വീട്ടിൽ വളർത്താൻ ഇഷ്ടമുള്ളൊരു പ്ലാന്റ് കൂടിയാണിത്. കൂടുതൽ പരിചരണമൊന്നും ആവശ്യമില്ലാത്ത പ്ലാന്റ് തന്നെയാണ് റോസ് പ്ലാന്റ്. ഓൺ റൂട്ടഡ് ആയതുകൊണ്ട് തന്നെ അധികം പരിചരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. എങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ ഫ്ലവറിങ് കഴിയുമ്പോഴും കറക്റ്റായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ബെഡ് റോസിനൊക്കെ ആണെങ്കിൽ അതിൻ്റെ അടിയിൽ നിന്നും കാട്ട് റോസ് മുളച്ച് വരാറുണ്ട്. കാട്ട് റോസയിലാണ് ഈ ബെഡ് പിടിപ്പിക്കുന്നത്. എന്നാൽ ഓൺ റൂട്ടഡ് റോസ് ആകുമ്പോൾ നമ്മൾ കട്ടിങ്സ് പിടിപ്പിച്ച് ഫ്ലവറായി വരുന്ന പ്ലാന്റ്സുകളായിരിക്കും. മദർ പ്ലാന്റിൻ്റെ കട്ടിങ് പിടിപ്പിച്ചിട്ടാണ് ഈ റോസുകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ സൈസിലുള്ള പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. 4 വെറൈറ്റീസാണ് നമ്മളെടുത്തിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അധികവും പൂക്കളും മൊട്ടും ആയി നിൽക്കുന്ന പ്ലാന്റ്സുകൾ തന്നെയാണ്. ചിലരൊക്കെ പറഞ്ഞു കേൾക്കുന്ന ഒരു പരാതി, റോസ് പ്ലാന്റുകൾ നഴ്സറികളിൽ നിന്നും വാങ്ങിക്കുമ്പോൾ ഉള്ളതുപോലെ പൂക്കളായി പിന്നെ നമ്മൾ വീടുകളിൽ എത്തിച്ചു കഴിഞ്ഞാൽ കാണാറില്ല എന്നുള്ളത്. അത് നമ്മുടെ ചെറിയൊരു പരിചരണക്കുറവിൻ്റെ പ്രശ്നം മൂലമാണ് അങ്ങനെ സംഭവിക്കുന്നത്. ആദ്യമായി അവയുടെ പോട്ടി മിക്സ് കറക്റ്റ് ആയിരിക്കണം. പോട്ടി മിക്സിൽ അത്യാവശ്യം കാൽഷ്യം അടങ്ങിയ ഒരു പോട്ടി മിക്സ് ആയിരിക്കണം. അതിനായി നമ്മൾ ട്രീറ്റ് ചെയ്ത മണ്ണാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. കുമ്മായൊക്കെ ചേർത്ത് ട്രീറ്റ് ചെയ്ത് വെച്ച മണ്ണാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇനി അത്തരത്തിലുള്ളൊരു മണ്ണ് നിങ്ങളടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ മണ്ണ്, ചാണകപ്പൊടി, അല്പം ചകിരിച്ചോറ് അല്ലെങ്കിൽ ലീഫ് മോൾഡ്, കരിയില പൊടിച്ചതൊക്കെ ചേർത്തിട്ടുള്ള ഒരു പോട്ടി മിക്സിൽ പ്ലാന്റ് ചെയ്തതിന് ശേഷം പ്ലാന്റ് അത്യാവശ്യം ഹെൽത്തി ആയി തുടങ്ങുമ്പോൾ ഫസ്റ്റ് കിട്ടിയ പാടെ നിങ്ങൾ ചെറിയൊരു ഷെയ്ഡിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം പ്ലാന്റിൽ പുതിയ ലീഫൊക്കെ വന്ന് തുടങ്ങിയ ശേഷം ഒരു മാസമൊക്കെ കഴിയുമ്പോൾ കാൽഷ്യം നൈട്രേറ്റ് ലീഫിലേക്കും മണ്ണിലേക്കും സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ മാസത്തിൽ ഒരു തവണ NPK പോലുള്ള ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്, അതായത് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ മാസത്തിൽ ഒരു തവണ അടിവളമായിട്ട് DAP ഇട്ട് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ പച്ചച്ചാണകമൊക്കെ കിട്ടുന്നവരാണെങ്കിൽ അത് കലക്കിയിട്ട് അതിൻ്റെ തെളി ഒഴിച്ചു കൊടുക്കുന്നതും നല്ലതായിരിക്കും. അല്ലാതെ യാതൊരു വിധത്തിലുള്ള പരിചരണവും ശ്രദ്ധിക്കാതെ റോസിന് വെറും നനവ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇതുപോലെ ചെറിയ ചെറിയ ഫെർട്ടിലൈസേഴ്സിൻ്റെ ഒക്കെ സ്പ്രേയിങ് ഒക്കെ കൊടുത്ത് ചെറിയ രീതിയിലുള്ള പരിചരണമൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നന്നായിട്ട് തിങ്ങി നിറഞ്ഞ് എല്ലാ സമയത്തും റോസ് പ്ലാന്റിൽ പൂക്കൾ ഉണ്ടാവുക തന്നെ ചെയ്യും. അയച്ചു തരുന്ന പ്ലാന്റ് സൈസ് നിങ്ങൾ കണ്ടല്ലോ. 4 പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 299 രൂപയാണ്. കേരളത്തിൽ എവിടെയായാലും ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് തന്നെയാണ് ഈ പ്ലാന്റ്സുകൾ DTDC കൊറിയർ വഴി അയച്ചു തരുന്നത്. ഒരുപാട് പ്ലാന്റ്സും നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ലിമിറ്റഡ് സ്റ്റോക്കാണ്. അതുകൊണ്ട് പ്ലാന്റ്സ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. വാട്സപ്പ് നമ്പറിൽ ചേഞ്ച് ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ കാണുമ്പോൾ നമ്പർ ഒന്ന് നോട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പി ഗാർഡനിങ്.